ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാണ് ഞാൻ. എന്താ പറയുക, നമ്മൾ വേറൊന്നുമില്ല, നമ്മൾ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. ലാലേട്ടൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുപോയി. എന്ത് ചെയ്യാനാണ്, പക്ഷേ നമ്മൾ ഇടയ്ക്ക് ലൈഫിൽ ബിസി ആവും. സോ അങ്ങനെ സംഭവിച്ചു. അപ്പം എന്നോട് എൻ്റെ വൈഫ് എപ്പോഴും പറയും ഇങ്ങനെ നിങ്ങളെപ്പോലെ ആരും ഉണ്ടാവില്ല എന്ന്. കാരണം 5000 സബ്സ്ക്രൈബേഴ്സും വെച്ചിട്ട് ഒരു വീഡിയോയും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ അങ്ങനെ അതൊന്നും ഇല്ലാത്ത എപ്പോഴും പറയണേ, എപ്പോഴും അതിനെ പറ്റി സംസാരിക്കണം. അപ്പൊ ഞാൻ പക്ഷെ എന്തോ ഒരു ഞാൻ പറയില്ല, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാറില്ല. ഷോർട്സ് ചുമ്മാ അങ്ങനെ ഇടും. സോ വീണ്ടും നമ്മളൊരു എന്താ പറയാ ഒരു പുതിയ വീഡിയോ ചെയ്യുമ്പം ലാലേട്ടനെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് എന്റെ ചാനലിൽ ഇപ്പോൾ ഉള്ള ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എനിക്ക് ഈ ചാനൽ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സും എനിക്ക് വാച്ച് ടൈമും ഒക്കെ എനിക്ക് ഈ ചാനൽ ഓണാവാൻ തന്നെ കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ നമ്മുടെ പരിപാടി അഖിൽമാരാറിന്റെ സീസണിലായിരുന്നു. അഖിൽമാരാർ വിന്നേ ആ സീസണിൽ ഞാൻ ചുമ്മാ ഒരു വീഡിയോ കൊണ്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞ ചാനൽ ഭയങ്കരമായിട്ട് ഗ്രോ ആയത്. സോ അതിനുശേഷം അതിനുശേഷമുള്ള സീസൺ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു റിയാക്ഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ സീസണിൽ അതിന് ട്രെയിലർ കണ്ടപ്പോൾ മുതൽ അതിന്റെ അത് കാണണം, ഫുള്ളായിട്ടിരുന്ന് കാണണമെന്നും അതിന്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. സോ അതിന്റെ ട്രെയിലർ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. 2 ആഴ്ച മുന്നേ അത് റിലീസ്ഡ് ആണ്. അത് ട്രെയിലറിന് ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ബിഗ് ബോസിന്റെ സീസൺ 7 കുറച്ച് ഒരു വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ നമ്മൾ ഇത്ര കാലം കണ്ടുവരുന്ന ചില ഈ ക്രിഞ്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു എപ്പിസോഡ് ആയിരിക്കും ആ ട്രെയിലറിൽ കാണുന്നുണ്ട്. സോ ആ ട്രെയിലറിൽ ലാലേട്ടന്റെ പെർഫോമൻസും അടിപൊളിയാണ്, ആ ട്രെയിലറിന്റെ തീമൊക്കെ അടിപൊളിയാണ്. സോ നമുക്കൊന്ന് ആദ്യം ട്രെയിലർ ഒന്ന് കാണാം. അത് ഞാൻ വേറൊന്നുമല്ല, അതായത് ബിഗ് ബോസ് സീസൺ 7 നമ്മൾ ഒരുമിച്ച് റിയാക്ട് ചെയ്യും, കാണും എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുക. അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ, അതിന്റെ ട്രെയിലർ ടീസർ. Yeah. Let's watch. Let's watch. Yeah. Sit here. My boy, sit here. See Mohanlal. Lalaton. Show me your. രക്ഷിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത്. ഇനി ഞാനത് സമ്മതിക്കില്ല. വലിയ ഫാൻ ബോയ് സർ. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. തേച്ചു കുളിച്ച് കളിമാറ്റി കളത്തിലിറങ്ങാം. ലൈൻ കട്ട്, ലൈൻ കട്ട്. അയ്യോ, എല്ലാരും കൂടെ കുണുവാവെ ഒറ്റപ്പെടുത്തുന്നോ? എന്തിനാ മോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ടയും കയറും. വിട്ടേക്കലാലേട്ടാ, മോളും നല്ലൊരു സോളാ. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാണ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇറങ്ങി വാടാ തുരപ്പാ. ഒളിച്ചിരുന്ന് വാഴയായിട്ട് സേഫ് കളിക്കുക. കൂമ്പിയാൻ തോരൻ വെക്കും. ജാഗ്രത. എന്തെന്നടേ ഇത്? ടാസ്ക് പ്രിപ്പറേഷൻ. ഇമാതിരി അങ്കനവാടി ടാസ്കുമായിട്ട് വന്ന കമ്മിറ്റിക്കും കിട്ടും പണി. ഞാൻ ഈ സേഫ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോ തരും ഞാൻ 7ന്റെ പണി. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ. ഓക്കെ, അപ്പം ഞാൻ അഖിൽമാരാർ നമ്മളെ സീസൺ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സീസണ് തീരും താല്പര്യമില്ലായിരുന്നു. അതിന്റെ കണ്ടസ്റ്റന്റുകളെ കൊണ്ടിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, പരിപാടിയെ കണ്ടിട്ടില്ല, റിയാക്ഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ. കാരണം സാധാരണ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന ഈ പരിപാടികളൊന്നും അങ്ങനത്തെ ഒരു സ്ഥിരം പരിപാടി ഫോർമുല ഉണ്ടല്ലോ, അതൊന്നും പറ്റില്ല എന്നാണ് ഈ ടീസറിൽ അവർ പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ലാലേട്ടൻ പോലും ലാലേട്ടനെ അടക്കം എല്ലാവരും തോന്നിയിട്ടുണ്ട്. ലാലേട്ടനെ തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിന്റെ ബിഗ് ബോസ് ടീമിന് എല്ലാവരും
ഈ സ്വതവേ നമ്മൾ ബിഗ് ബോസിൽ കണ്ടുവരുന്ന ആ ടൈപ്പുള്ള എല്ലാത്തിനെയൊക്കെ ട്രോളി അത് ഒരിക്കലും ഞങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ നടത്തൂല എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ തന്നെ ഇറക്കിയത്. സോ എന്തെങ്കിലും സീസൺ 7 ഭയങ്കരമായിട്ട് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാണാൻ എന്തായാലും ഈ ഒരു സീസൺ കാണണം, അത് റിയാക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, കണ്ടസ്റ്റൻസിനൊക്കെ പല റൂമേഴ്സും പലതും കേൾക്കുന്നുണ്ട്, കൺഫേം ആയിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പം അതിന്റെ ഓരോ അപ്ഡേറ്റുകളായിട്ട് ഓരോരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.